ലോക ചരിത്രത്തിൽ ഇത്രയധികം ദുരൂഹതകൾ അവശേഷിപ്പിച്ച മറ്റൊരു മനുഷ്യൻ ഉണ്ടാകില്ല. അമേരിക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാർ, മുൻ പ്രസിഡന്റുമാർ, ബ്രിട്ടീഷ് രാജകുടുംബം, ലോക പ്രശസ്തരായ ശാസ്ത്രജ്ഞർ, ഇവരെയെല്ലാം ഒരു നൂലിൽ കോർത്തതുപോലെ ബന്ധിപ്പിച്ചു നിർത്തിയ ഒരാൾ, ജെഫ്രി എപ്സ്റ്റീൻ. ആരായിരുന്നു ഇയാൾ? ഒരു ഫിനാൻഷ്യർ, ഒരു ബുദ്ധിജീവി, അതോ ലോകം കണ്ട ഏറ്റവും വലിയ കുറ്റവാളികൾ? ഈ ഡോക്യുമെന്ററിയിലൂടെ നമ്മൾ തിരയുന്നത് എപ്സ്റ്റീൻ എന്ന നിഗൂഢതയുടെ വേരുകളാണ്. 1953 ജനുവരി 20 ന്യൂയോർക്കിലെ ബ്രൂക്ലിനിലാണ് ജെഫ്രി എഡ്വേർഡ് എപ്സ്റ്റീൻ ജനിക്കുന്നത്. ഒരു ഇടത്തരം കുടുംബം. അച്ഛൻ പാർക്ക് ഡിപ്പാർട്ട്മെന്റിലെ ജീവനക്കാരൻ. കുട്ടിക്കാലം മുതൽക്കേ ഗണിതശാസ്ത്രത്തിലും സംഗീതത്തിലും എപ്സ്റ്റീൻ അസാമാന്യ പ്രതിഭ പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ നമുക്ക് പരിചിതമായ രീതിയിലുള്ള ഒരു പഠനകാലമായിരുന്നില്ല അത്. കോപ്പർ യൂണിയനിലും ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലും പഠിച്ചെങ്കിലും അദ്ദേഹം ബിരുദം പൂർത്തിയാക്കിയില്ല. ഒരു ഡിഗ്രി പോലുമില്ലാത്ത ഈ യുവാവാണ് പിന്നീട് ലോകത്തെ നിയന്ത്രിക്കുന്നവരുടെ ഇടയിലേക്ക് കടന്നു കയറിയത്. 1974 ന്യൂയോർക്കിലെ ഏറ്റവും പ്രശസ്തമായ ഡാൾട്ടൺ സ്കൂളിൽ എപ്സ്റ്റീൻ മാത്തമാറ്റിക്സിൽ ടീച്ചറായി ജോലിയിൽ പ്രവേശിക്കുന്നു. ഇവിടെയാണ് ചോദ്യചിഹ്നം ഉയരുന്നത്. ഡിഗ്രി പോലുമില്ലാത്ത ഒരാൾ എങ്ങനെയാണ് ഉന്നതന്മാരുടെ മക്കൾ പഠിക്കുന്ന ഈ സ്കൂളിൽ ടീച്ചറായത്? അന്നത്തെ സ്കൂൾ ഹെഡ് മാസ്റ്ററുടെ സ്വാധീനം ഇതിന് പിന്നിലുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ക്ലാസ് മുറികളിൽ അയാൾ തിളങ്ങി നിന്നു. പക്ഷേ അധ്യാപനത്തെക്കാൾ ഉപരിയായി ആ സ്കൂളിലെത്തുന്ന അതിസമ്പന്നരായ രക്ഷിതാക്കളുമായി ബന്ധമുണ്ടാക്കാനാണ് എപ്സ്റ്റീൻ ശ്രമിച്ചത്. അവിടെ വെച്ചാണ് അയാൾ ബിയർ സ്റ്റേൺസ് എന്ന ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ തലവനായിരുന്ന അലൻ ഗ്രീൻബെർഗിനെ പരിചയപ്പെടുന്നത്. ആ പരിചയം എപ്സ്റ്റീന്റെ ജീവിതം മാറ്റിമറിച്ചു. അധ്യാപകന്റെ